Good morning students, welcome to this video. Next configuration എന്ന് പറയുന്നത് common emitter connection ആണ്. Common emitter configuration എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ emitter is common to both input and output. ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും emitter common ആയിട്ട് വരും. ഇവിടെ നോക്ക്, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് ബേസിനും എമിറ്ററിനും ഇടയിലാണ്. Input applied between base and emitter. ഇൻപുട്ട് ബേസിനും എമിറ്ററിനും ഇടയിലാണ് അപ്ലൈ ചെയ്യുന്നത്. ബേസ് എമിറ്റർ, അതാണ് അവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് എടുക്കുന്നത് ഇത് കളക്ടർ, ഇത് എമിറ്റർ. കളക്ടറിനും എമിറ്ററിനും ഇടയിലാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഔട്ട്പുട്ട് ഈസ് ടേക്കൺ അക്രോസ് കളക്ടർ ആൻഡ് എമിറ്റർ. ഓക്കെ, അപ്പോൾ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും കോമൺ ആയിട്ട് എമിറ്റർ വന്നു. അതുകൊണ്ട് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. ഇതിന്റെ വേറൊരു പേരാണ് ഗ്രൗണ്ടഡ് എമിറ്റർ കോൺഫിഗറേഷൻ എന്നും പറയും. ഗ്രൗണ്ടഡ് എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, ഗ്രൗണ്ടഡ് എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ വേറൊരു പേരാണ് ഗ്രൗണ്ടഡ് എമിറ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി നമ്മൾ ആലോചിക്കേണ്ടത്, അപ്പോൾ കോമൺ എമിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്നത് ബേസിനും എമിറ്ററിനും ഇടയിലാണ്, ഔട്ട്പുട്ട് എടുക്കുന്നത് കളക്ടറിനും എമിറ്ററിനും ഇടയിലാണ്. അപ്പോൾ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും കോമൺ ആയിട്ട് എമിറ്റർ വരുന്നു. അതുകൊണ്ട് ഇതിനെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറയും. ഇനി നമുക്കറിയാം, ഇവിടെ ഇൻപുട്ട് കറന്റ് ഏതാണ്? IB. ഔട്ട്പുട്ട് കറന്റ് ഏതാണ്? IC. ഇൻപുട്ട് കറന്റ് IB, ഔട്ട്പുട്ട് കറന്റ് IC ആണ്. ഇനി ഈ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻപുട്ട് ഇംപിഡൻസും ഔട്ട്പുട്ട് ഇംപിഡൻസും മീഡിയമാണ്. ഇൻപുട്ട് ഇംപിഡൻസും ഔട്ട്പുട്ട് ഇംപിഡൻസും മീഡിയമാണ്. ഇൻപുട്ട് ഇംപിഡൻസും ഔട്ട്പുട്ട് ഇംപിഡൻസ് മീഡിയമാണ്. മീഡിയം. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം എങ്ങനെയാണ് ഇൻപുട്ട് ഇംപിഡൻസ് കണ്ടുപിടിക്കുന്നത്, ഔട്ട്പുട്ട് ഇംപിഡൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം റെസിസ്റ്റൻസിന് സമാനമാണ്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മള് വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ആണ്. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട് ആണ്. അപ്പോൾ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട്. ഓക്കെ, ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം റെസിസ്റ്റൻസിന് സമാനമാണ്. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട്. അതുപോലെ നമുക്കറിയാം ഇംപെഡൻസ് എന്താണ്? വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട്. ഇംപെഡൻസ് എന്ന് പറഞ്ഞാലും വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് എന്ന് പറയാം. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? ഇൻപുട്ട് ടെർമിനൽ എന്ന് പറയുന്നത് ബേസും എമിറ്ററുമാണ്. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? ബേസിനും എമിറ്ററിനും ഇടയിൽ വരുന്ന വോൾട്ടേജ് അതെത്ര? ബേസിനും എമിറ്ററിനും ഇടയിൽ വരുന്ന വോൾട്ടേജ് നമ്മൾ VB എന്ന് പറയും. VB എന്ന് പറഞ്ഞാൽ ബേസിനും എമിറ്ററിനും ഇടയിൽ വരുന്ന വോൾട്ടേജ്, അതാണ് ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ടെർമിനൽ എന്ന് പറയുന്നത് ബേസിനും എമിറ്ററിനും ഇടയിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്.
ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബേസിനും എമിറ്ററിനും ഇടയിൽ വരുന്ന വോൾട്ടേജ് അത് VB. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര? ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത് കളക്ടറിനും എമിറ്ററിനും ഇടയിൽ. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VC എന്ന് പറയാം. VC. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ബേസിനും എമിറ്ററിനും ഇടയിലുള്ള വോൾട്ടേജ് ആണ് VB എന്ന് പറയും. ഔട്ട്പുട്ട് വോൾട്ടേജ് കളക്ടറിനും എമിറ്ററിനും ഇടയിലുള്ള വോൾട്ടേജ് ആണ് VC എന്ന് പറയും. ഓക്കെ. ഇനി നമുക്കറിയാം ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പോലുള്ള സാധനമാണ്. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ആണെങ്കിൽ ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് ഇംപെഡൻസ് എത്ര ആയിരിക്കും? ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട്. ഇൻപുട്ട് കറണ്ട്, ഇൻപുട്ട് വോൾട്ടേജ് എത്ര? VB. ഇൻപുട്ട് കറണ്ട് എത്ര? IB. അപ്പോൾ ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ VB ഡിവൈഡ് ബൈ IB. VB ഡിവൈഡ് ബൈ IB. അങ്ങനെയാണെങ്കിൽ ഔട്ട്പുട്ട് ഇംപെഡൻസ് എത്ര? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് കറണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര? VC. ഔട്ട്പുട്ട് കറണ്ട് എത്ര? IC. VC ഡിവൈഡ് ബൈ IC. അപ്പോൾ ഇതാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ ഇൻപുട്ട് ഇംപെഡൻസും ഔട്ട്പുട്ട് ഇംപെഡൻസും. രണ്ടും മീഡിയമാണ്, അല്ല വാല്യൂ മീഡിയമാണ്, ഏകദേശം മീഡിയമാണ്. ഓക്കെ. ഇനി നമ്മള് ഈ സർക്യൂട്ടിന്റെ ബാക്കി കാര്യങ്ങൾ പഠിക്കണം. സർക്യൂട്ടിന്റെ ബാക്കി കാര്യങ്ങൾ പഠിക്കണം. ഈ കോമൺ എമിറ്റർ കണക്ഷനിൽ വോൾട്ടേജ് ഗെയിൻ ഹൈ ആണ്. വോൾട്ടേജ് ഗെയിൻ ഹൈ ആണ്. കറണ്ട് ഗെയിൻ ഹൈ ആണ്. പവർ ഗെയിനും ഹൈ ആണ്. വോൾട്ടേജ് ഗെയിൻ ഹൈ ആണ്, കറണ്ട് ഗെയിൻ ഹൈ ആണ്, പവർ ഗെയിൻ ഹൈ ആണ്. ഈ സർക്യൂട്ടാണ് ആംപ്ലിഫിക്കേഷന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ. അപ്പോൾ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. സാധാരണഗതിയിൽ ആംപ്ലിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ് കോമൺ എമിറ്റർ. കോമൺ എമിറ്റർ ആണ് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട്. അപ്പോൾ ആംപ്ലിഫയർ ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കോൺഫിഗറേഷൻ ഏതാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഇനി ഈ സർക്യൂട്ടിന്റെ വേറൊരു പ്രത്യേകതയാണ് ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരും. ഇൻപുട്ട് സിഗ്നൽ ഈസ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ഔട്ട്പുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരും. ഓക്കെ. ഇൻപുട്ട് സിഗ്നലിന്റെ ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്, പക്ഷെ ഔട്ട്പുട്ട് സിഗ്നലിന്റെ ആദ്യം എന്താണ്? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. അപ്പോൾ നമുക്ക് പറയാം ഇൻപുട്ട് സിഗ്നൽ ഈസ് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് വിത്ത് ഔട്ട്പുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നൽ ഈസ് 180 degree out of phase with the output signal. ഇൻപുട്ട് സിഗ്നൽ ഔട്ട്പുട്ട് സിഗ്നലും 180 ഡിഗ്രി ഫേസ് ഡിഫറൻസിലാണ്. ഇൻപുട്ട് സിഗ്നൽ ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഔട്ട്പുട്ട് സിഗ്നലിന്റെ ആദ്യം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. രണ്ടും ഒരേ ഫേസിലല്ല, രണ്ടും ഔട്ട് ഓഫ് ഫേസിലാണ്. എത്ര ഡിഗ്രി? 180 ഡിഗ്രി. ഇനി സർക്യൂട്ടിന്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്താന്ന് നോക്കാം. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ
ബീറ്റ എന്ന് പറയുന്നത് IC by IB. IC by IB. അതാണ് കറണ്ട് ഗെയിൻ. കറണ്ട് ഗെയിൻ അല്ലെങ്കിൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. എപ്പോഴും കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ അഥവാ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് കറണ്ട് എത്രയാണ്? IC. ഇൻപുട്ട് കറണ്ട് എത്രയാണ്? IB. അപ്പോൾ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ എന്ന് പറഞ്ഞാൽ IC by IB ആണ്. അതായത് കറണ്ട് ഗെയിൻ IC by IB ആണ്. ഇനി കളക്ടർ കറണ്ടിന്റെ ഇക്വേഷൻ IC എന്ന് പറഞ്ഞാൽ ബീറ്റ IB പ്ലസ് ICU. അപ്പോൾ ഈ സർക്യൂട്ടിലെ കളക്ടർ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് IC is equal to beta IB plus ICO. IC എന്ന് പറഞ്ഞാൽ കളക്ടർ കറണ്ട്, IB എന്ന് പറഞ്ഞാൽ ബേസ് കറണ്ട്, ബീറ്റ എന്ന് പറഞ്ഞാൽ കറണ്ട് ഗെയിൻ, ICU എന്ന് പറഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയും. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോമൺ എമിറ്ററിൽ പഠിക്കേണ്ടത്. ഇതൊന്നുകൂടെ പറയാം. ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ബേസിനും എമിറ്ററിനും ഇടയിലാണ്, ഔട്ട്പുട്ട് എടുക്കുന്നത് കളക്ടറിനും എമിറ്ററിനും ഇടയിലാണ്. അപ്പോൾ എമിറ്റർ ഈസ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇനി വോൾട്ടേജ് ഗെയിൻ ഹൈ ആണ്, കറണ്ട് ഗെയിൻ ഹൈ ആണ്, പവർ ഗെയിൻ ഹൈ ആണ്. ആംപ്ലിഫയർ ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കോൺഫിഗറേഷൻ കോമൺ എമിറ്റർ ആണ്. ആംപ്ലിഫിക്കേഷന് പറ്റിയ കോൺഫിഗറേഷനും കോമൺ എമിറ്റർ ആണ്. ഇനി ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ എന്ന് പറഞ്ഞാൽ IC by IB ആണ്. ഔട്ട്പുട്ട് കറണ്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട്, അതാണ് കറണ്ട് ഗെയിൻ. കളക്ടർ കറണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ IC is equal to beta IB plus ICU. ഓക്കെ, ഇത്രയുമാണ് കോമൺ എമിറ്ററിൽ പഠിക്കാനുള്ളത്.